ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പം നമുക്ക് തൈറോയ്ഡ് PCOD ഉള്ളത് പോലെ തന്നെ നമുക്കത് ബാധിക്കുന്നുണ്ട് ഈ വിറ്റാമിൻ ഡിൻ്റെതും. അങ്ങനെ ഒരു ഹലോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വെറുപ്പിക്കാൻ വരാണ്. ഇനി പ്രത്യേകിച്ചിട്ട് പരിപാടിയൊന്നുമില്ല. ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ദിവസമായി എനിക്ക് ഭയങ്കര പെയിൻ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരു 3 മന്തായിട്ട് എനിക്ക് ഭയങ്കര കാല് മുട്ടുവേദന ഉണ്ടായിന്. അതേപോലെ തന്നെ ഒരു 1 വീക്കായിട്ട് എനിക്ക് കൈയിൻ്റെ ഈ ഒരു സൈഡും 2 കൈക്കും നല്ല പെയിൻ ഉണ്ടായി. അങ്ങനെ ഞാൻ എന്താക്കി, ഹോസ്പിറ്റലിൽ കാണിച്ച്. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കൽ കുറവാന്ന്, മരുന്ന് കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടർമാർ ഈ 2 വേദനയ്ക്ക് ഒരു പേരിട്ട്, ടെന്നീസ് എൽബോ. ഇതാ ഇപ്പോൾ ഈ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇനി 2 എണ്ണത്തിന് എത്ര ഡോക്ടർ തന്നെ എഴുതിയിട്ട് തന്നെയാണ്. ഏകദേശം ഈ 2 എണ്ണത്തിന് 500 ആ ഒരു റേറ്റ്. ഇന്നലെ പോയിട്ട് വാങ്ങിച്ച്. പക്ഷെ നല്ല ആശ്വാസമുണ്ട് ഇതിടുന്ന സമയത്തില്ലേ. ഞാൻ രാവിലെ ഒന്നും ഊരിട്ടേ ഇല്ല. ഫുൾ ടൈം ഉറങ്ങുമ്പോൾ ഇടാൻ പാടില്ല. പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോരാൾക്കും ഓരോരോ സൈസ് അനുസരിച്ചിട്ട് തരുന്നതാണ്. ഞാനവിടെ പോയിട്ട് തപ്പി സൈസ് നോക്കിയിട്ട് ഉണ്ട്. നിങ്ങളുടെ വേറൊരു സാധനം കൂടി ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സാധനം കൂടി ഇതിൻ്റെ ഒക്കെ ഉണ്ട്. അത് ഇവിടെ ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ടൈറ്റ് ആക്കുന്ന. പക്ഷേ നമുക്ക് അത് ടൈറ്റ് ആക്കുമ്പോൾ ഭയങ്കര ടൈറ്റായി പോകുന്നു. കാര്യമായിട്ടുള്ള ടൈറ്റാണെന്താ ഇങ്ങനെയാണ് ശരിക്കും യൂസ് ചെയ്യും ഈടെ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇന്നലെയൊന്നും ഇത് ഉപയോഗിച്ചിട്ടാ. ഈനുണ്ട് അത് ഇടുമ്പോൾ ഭയങ്കര ടൈറ്റ് പോലെ നമുക്ക് മേലൊരു തണുപ്പ് കയറുമ്പോൾ ടൈറ്റായിട്ട് നമ്മളെ ശരീരത്തിൽ ചോര നടക്കാൻ പോവാണ്ട് ടൈറ്റായിട്ട് നമ്മൾക്കൊരു തണുപ്പില്ലേ, അതെനിക്ക് ഫീൽ ആകുന്നതുകൊണ്ട് ഞാനിത് ഇട്ടിട്ടാ. പക്ഷെ നല്ല മാറ്റമുണ്ട്. എന്തായെന്ന് വെച്ചെങ്കിൽ ടൈറ്റ് ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇവിടെ വേദന ഉണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യണ്ട. നമുക്കത് ടെന്നീസ് എൽബോ ആവാൻ ചാൻസ് ഉണ്ട്. എല്ലിൻ്റെ ഉള്ളിൽ നിന്നല്ല കേട്ടോ, എല്ലിൻ്റെ പുറത്തു നിന്നുള്ള വേദനയാണ്. പ്രത്യേകം പറയാം, എല്ലിൻ്റെ പുറത്ത് 2 സൈഡുള്ള നമ്മളെ മസിൽസാണ് ഭയങ്കര പെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കുമ്പളയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കളിച്ച്. അപ്പോൾ ആൾ പറഞ്ഞത് ചെറുതായിട്ട് ടെന്നീസ് എൽബോൻ്റെ സ്റ്റാർട്ടിങ്ങിന്, പിന്നെ ഒരു 3 മാസം മുമ്പ് ഞാൻ ചെറിയൊരു അത്യാഗ്രഹം കാണിച്ച്, കാണുന്നില്ല അല്ലേ, ചെറിയൊരു അത്യാഗ്രഹം കാണിച്ച് പെട്ടെന്ന് തടി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ബീച്ച് സൈഡ് അങ്ങ് ഓടി. ഞാൻ പറഞ്ഞിട്ട് ഇത് ടൈറ്റാണെന്ന്. ടൈറ്റായിട്ട് എനിക്കൊന്തു നല്ല വേദനയുണ്ട്. ബീച്ച് സൈഡൊന്ന് ഞാൻ ഓടാൻ പോയി. ഓടാനായിട്ട് ഒരു ദിവസം ഓടി കുഴപ്പമൊന്നുമില്ല, 2 ദിവസം ഓടി കുഴപ്പമൊന്നുമില്ല. ഓടൽ മാത്രമല്ല പെരക്കൊന്നുമില്ല. ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ നല്ല സ്കിപ്പിങ് തുള്ളുന്നുണ്ടായി. അങ്ങനെ ലാസ്റ്റ് മുട്ടുവേദന വന്ന സമയത്ത് ഞാൻ വിചാരിച്ച് 2 ദിവസം റെസ്റ്റ് നിന്നാൽ മാറും, പിന്നെ 3 ദിവസം റെസ്റ്റ് നിന്നാൽ മാറും. ഇങ്ങനെ 3 മാസമായിട്ട് വേദന മാറുന്നില്ല. ഇപ്പം ആ ഇടയിലാണ് ഞാൻ മത്തേരാനിലൊക്കെ വർക്കിന് പോയ സമയത്ത് ഒരു ദിവസം ഞാൻ 9-12 കിലോമീറ്ററൊക്കെ നടക്കുന്നുണ്ടായിന്. വേദന കൂടിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇപ്പം ഇത് മുട്ടുവേദനക്കുള്ളത് കേട്ടോ, കഥ ഫുള്ളും പറയാം. ഇത് മുട്ടുവേദനക്കുള്ള സാധനമാണ്, മുട്ടുകാല് കാണിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇവിടുന്നൊരു യുനാനി ഹോസ്പിറ്റൽ ഉണ്ടായിന്. ഇംഗ്ലീഷ് മരുന്നൊന്നുമല്ല, യുനാനി ഹോസ്പിറ്റൽ ഉണ്ടായിന്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് തെറാപ്പി ചെയ്യുന്നു. തെറാപ്പി ഞാനൊരു ഏകദേശം ഒരു 7 ടൈം ഞാൻ ചെയ്ത്. നല്ല മാറ്റമുണ്ട് ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ. പക്ഷെ ഞാനെൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുന്ന സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്കത് വീണ്ടും കൂടുതലായി. അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ നല്ല സെറ്റായിട്ട് വരുന്നത്, പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്കതിൽ വലിയ റിസൾട്ട് എനിക്ക് കാണുന്നില്ല. അങ്ങനെയൊക്കെ ഒരു 1 വീക്ക് ഞാനൊരു പെരക്ക് പോയിട്ട് നിന്ന സമയത്ത് എൻ്റെ കാലിനും വേദനയില്ല, വേദന എല്ലാം പോയി, എല്ലാ വേദനയും പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു. അവിടെ ഒരു 1 വീക്ക് ഞാൻ ഉണ്ടായിന്. ഒരു 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ വന്ന സമയത്തും എനിക്ക് വീണ്ടും ഇതേപോലെ എനിക്ക് വേദന വരാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ ഞാൻ ഇന്നലെ ഇത് കാണിക്കുമ്പോൾ തന്നെ എല്ലിനെ ഡോക്ടറിനെ കാണിച്ചല്ലേ, ഇത് കാണിക്കുമ്പോൾ തന്നെ ഇതും പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ എന്നോട് 3 വീക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദനയൊക്കെ വരുമ്പോൾ വയസ്സ് അത്രയായിട്ടു, 28 വയസ്സായിട്ടു. ഈ നവംബറിൽ എനിക്ക് 28 വയസ്സാവും. പക്ഷെ ജോയിൻറ്റ് പെയിൻസ്, ഇവിടെ ഭയങ്കര പെയിൻ, അത് ഇന്ന് കുറവുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര പെയിനൊക്കെ ആയിട്ട് ഡോക്ടർ
പറഞ്ഞു ഇത് കാൽസ്യത്തിൻ്റെ കുറവായിരിക്കും, അപ്പോൾ കാൽസ്യത്തിൻ്റെ മരുന്ന് തന്നിട്ടുണ്ട്, പെയിൻ കില്ലർ വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിന്. പിന്നെ ഡോക്ടറോട് പറഞ്ഞ് ജോബ് ഇങ്ങനെ നടക്കുന്ന ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജോബ് എന്ന് പറയുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് എന്തെങ്കിലും തരാൻ പറ്റുമായിരിക്കുമ്പോൾ എനിക്ക് വേദനൻ്റെ മരുന്ന് ഞാൻ പറഞ്ഞു വേദനൻ്റെ മരുന്നൊക്കെ വേണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ ഇതന്ന് പക്ഷെ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. കൂടുതൽ പണിയെടുക്കാൻ പറ്റുന്നില്ല, ഫുഡ് ഇങ്ങനെ കഴിക്കാനെല്ലാം പറ്റുന്നുണ്ട്, അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ഉണ്ട്. അപ്പോൾ ഇത് 1 മാസം മുമ്പേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഈ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പേര് എനിക്ക് ഇന്നലെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട് ഫോൺ അധികം ഇങ്ങനെ പിടിച്ചിട്ട് കളിക്കുമ്പോൾ ഈടപ്പെയിന്. അപ്പം ഞാൻ വിചാരിച്ചു ഫോൺ പിടിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കുമെന്ന്. ഇപ്പം ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യാറില്ല, കുറവ് തന്നെ. കുറവെന്നല്ല, മുമ്പത്തെ ഇതാക്കിയിട്ട് ഭയങ്കര കുറവാണ്. അങ്ങനെ ഇത് മാത്രമല്ല, എനിക്ക് മെഡിസിനും കൂടി തന്നിട്ടുണ്ട്. പിന്നെ വയറുമരുന്ന് കുടിച്ച് വയറാകെ ചൂടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉമ്മക്ക് നല്ല പ്രസവിച്ചിട്ട് കഴിക്കുന്ന ബന്ധലേഖ്യമില്ലേ അതെല്ലാം കാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതാ മരുന്നും, തൈറോയ്ഡ് ഓൾറെഡി എനിക്ക് ഉണ്ട്, തൈറോയിഡിൻ്റെ മരുന്നും കുടിക്കുന്നതിന് പേര് ഇപ്പോൾ വേറെ കുറേ മരുന്നെല്ലാമായി. മരുന്നിൽ തന്നെ ആയി ഇപ്പം എൻ്റെ ലൈഫ്. എന്നാലും കുഴപ്പമില്ല, വേദന കുറഞ്ഞാൽ മതി. ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് കിടന്നാൽ പിന്നെ പിറ്റേ ദിവസം എനിക്കില്ല, പറ്റുന്നില്ല എനിക്ക്. ഞാൻ വേദനയായിട്ട് തന്നെ എനിക്കിന്ന് 2 ദിവസമായി ഈ മരുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ നല്ല മാറ്റം കാണുന്നുണ്ട്, വേദന എല്ലാം കാണുന്നുണ്ട്. ഒന്നൊരു ആവേശക്കുറവ്, പിന്നെ അതേപോലെ ക്ഷീണം, എന്ത് ചെയ്യാനുള്ളൊരു മൂഡില്ല, എന്തെല്ലോ ചെയ്യണമെന്നൊന്നും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ നാളായി യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ഇട്ടിട്ടൊന്ന് ആക്റ്റീവ് ആക്കണം എന്നല്ല ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും വലിയ ഡ്രീം ഇട്ടാ യൂട്യൂബിലത്തെ പ്ലേ ബട്ടൺ ഒന്നുമില്ല, ഇടയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റോറേജ് ഫുള്ളായി, അതൊന്ന് ക്ലിയർ ആക്കിയതാ ചെറിയ കട്ട് വന്ന്. അങ്ങനെ ഇപ്പോൾ ടാബ്ലറ്റൊക്കെ കുടിച്ചിട്ട് കടക്കലാണ് മെയിൻ പരിപാടി. ഇപ്പോൾ നബിദിനത്തിൻ്റെ എല്ലാ സമയത്തുണ്ട്. ഹസ്ബൻഡ് 2-3 ദിവസമായി റൂമിലില്ല. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഏകദേശം ഷൂട്ട് ചെയ്യുന്നത് നബിദിനത്തിൻ്റെ അന്ന് ഒരു 9 മണിൻ്റെ സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ മാപ്പിളയില്ല. ഇപ്പം ഞാൻ കുറേ വീഡിയോ എടുക്കാമെന്ന് വിളിക്കുന്നത്, പക്ഷെ വരുന്നില്ല. ആൾ ഭയങ്കര തിരക്കിലാണ്. കുറച്ച് പണിയില്ലാത്ത ആൾക്കാരെയും കൊണ്ട് കമ്മിറ്റിയിലിരുത്തിന്, അതിലൊന്നും എൻ്റെ മാപ്പിളയും ഉണ്ട് കേട്ടാ. മരുന്ന് കുറേ ഉണ്ട്, പേടിക്കണ്ട. ഇത് മരുന്ന് ഒന്ന് അപ്പുറമായി പോയി, കുറേ മരുന്നുണ്ട്. അയ്യോ, രാവിലെ കുടിക്കേണ്ട മരുന്ന് രാത്രി കുടിച്ചുപോയി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ വീക്കിലും ഞാൻ വിറ്റാമിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ വിറ്റാമിൻ്റെ കുറവുണ്ടെന്നൊക്കെ അറിഞ്ഞത് എപ്പോഴും നോക്കിയാൽ ക്ഷീണം, ബുദ്ധിമുട്ട്, സംസാരിക്കാൻ ആവേശക്കുറവ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വിറ്റാമിൻ സി എന്ന് പറയുന്ന കാര്യമില്ല, വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞൊരു കാര്യമില്ല, പറയും പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇപ്പം നമുക്ക് തൈറോയ്ഡ് PCOD ഉള്ളത് പോലെ തന്നെ നമുക്കത് ബാധിക്കുന്നുണ്ട് ഈ വിറ്റാമിൻ ഡിൻ്റെതും. അങ്ങനെ ഒരു ആസ്റ്ററിൽ പോയി ഞാനൊരു 3 മന്ത് മുമ്പ്, 3 മന്ത് ഇല്ല 1 മന്ത് മുമ്പ് ഞാൻ ആസ്റ്ററിൽ പോയി. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് വിറ്റാമിൻ ഡിൻ്റെ കുറവുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞത്. സോ ഞാൻ എല്ലാ വീക്കിലും ഇപ്പോൾ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ മാറ്റം ഉണ്ടോ വെച്ചെങ്കിൽ അറിയില്ല, ഇതുവരെ വലിയ മാറ്റമൊന്നും തോന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ആദ്യം മടിയൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ചെന്താ പറയുക, ആവേശക്കുറവ്, മടിയായിരിക്കും, ഒന്നും ചെയ്യാനുള്ള മൂഡില്ലാത്ത മടിയായിരിക്കും എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല, എൻ്റെ ക്യാരക്ടർ ഉണ്ട്, എല്ലാത്തിനും മുന്നിൽ നിൽക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് ഉണ്ടായത്. പക്ഷെ വിറ്റാമിൻ ഡിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്കിത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത് ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ സിംറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് ക്ഷീണം, കൂടുതൽ, ചില ആൾക്ക് ഉറക്കക്കുറവുണ്ടാവും, പിന്നെ തലകറക്കം. അങ്ങനെ എനിക്ക് തലകറക്കമൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര ക്ഷീണം, ആവേശക്കുറവൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം കൂടുതലാണ്. പിന്നെ ഞാൻ പണ്ട് എൻ്റെ ഉറക്കം എന്ന് പറയുന്നത്, ഞാൻ രാത്രി ഒരു 12 മണിക്ക് ഉറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഒരു 11 മണിക്കാണ് എണിക്കുന്നുണ്ടായത്. അതിപ്പോൾ മംഗലങ്ങാൻ്റെ തീരെ അങ്ങോട്ട് മാറി, 2 മണിക്ക് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ഉച്ചക്ക് 12 മണിക്ക് എണിക്കുന്ന അവസ്ഥയാണ് ഇപ്പം എൻ്റെ ഉള്ളത്. എല്ലാവരും പറഞ്ഞ് മംഗലം കഴിഞ്ഞിട്ട് മാപ്പണ്ടാടുന്ന് ഉറക്കെല്ലാം സെറ്റാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചത്. ഇത് ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും പോലെ തന്നെ ആയിട്ടാ എൻ്റെ അവസ്ഥയും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കിടക്കാൻ പോകുമ്പോൾ നിന്നെ ഇത് ഇട്ടേന്ന്? ഇപ്പോഴേ ഞാൻ കിടക്കില്ല, ഞാൻ കിടക്കാൻ ഏകദേശം ഒരു 12-1 മണി എന്തായാലും ആവും.
നാളെ നമ്മളുടെ മദ്രസിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ നാളെ ഇടുന്ന ഫുഡെല്ലാം ആക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷം ഇൻഷാല്ല എന്തായാലും ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ ആക്കാം. നല്ല ആഗ്രഹമുണ്ട് ഡെയിലി എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാല്ല സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ല അപ്പോൾ see you tomorrow. Bye bye.